हाय गुड मॉर्निंग। त्वमेव माता च पिता त्वमेव त्वमेव बन्धुश्च सखा त्वमेव त्वमेव विद्या द्रविणं त्वमेव त्वमेव सर्वं मम देवदेव। ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം സാഖ്യയോഗം 64-ാമത്തെ ശ്ലോകമാണ് ചൊല്ലാൻ പോകുന്നത്. രാഗദ്വേഷവിയുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്ചരൻ ആത്മവശ്യൈർവിധേയാത്മാ പ്രസാദമധിഗച്ഛതി. മലയാളം. രാഗദ്വേഷങ്ങൾ കൂടാതെ വിഷയങ്ങളിലിന്ദ്രിയം സ്വയം ചരിക്കുമെന്നാകിൽ അവൻ സന്തുഷ്ടനായിടും. വിധേയാത്മാ ആത്മനിയന്ത്രണമുള്ളവൻ രാഗദ്വേഷവിയുക്തൈഹി ആത്മവശ്യൈഹി ഇന്ദ്രിയൈഹി വിഷയാൻ ചരൻ തു പ്രസാദം അധിഗച്ഛതി. രാഗദ്വേഷങ്ങളില്ലാതെ സ്വന്തം അധീനത്താൽ വർത്തിച്ച് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു കൊണ്ട് വർത്തിക്കുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് വിഷയങ്ങൾ അനുഭവിക്കേണ്ടി വരുമെങ്കിലും ശാന്തി ലഭിക്കുന്നു, അതായത് ആത്മശാന്തി ലഭിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞത്, നമ്മൾക്ക് ഒരു അവസ്ഥ വരികയാണെങ്കിൽ, അതായത് സമചിത്തത നേടണം എന്നൊക്കെ പറഞ്ഞു, പക്ഷേ വിഷയചിന്ത വരാലോ മനസ്സിൽ. അങ്ങനെ വരികയാണെങ്കിൽ അതിൽ നിന്ന് മുക്തി നേടാൻ എന്താണ് ഉപായം എന്നുള്ളത് ഒന്നും കൂടെ വിവരിച്ച് കൊടുക്കുകയാണ് അർജുനന്. കാരണം നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ എവിടെ തിരിഞ്ഞാലും വിഷയങ്ങളുടെ അതിപ്രസരമാണ്. അപ്പോൾ ആ വിഷയങ്ങളെയൊക്കെ നമ്മൾ ഒന്നിനോടും പ്രത്യേക മമതയില്ല, അതായത് രാഗമില്ല, ദ്വേഷവുമില്ല, ഒന്നിനോടും ദേഷ്യവുമില്ല. അങ്ങനെ നമ്മുടെ മനസ്സിനെ ആത്മനിയന്ത്രണത്തോടെ വെച്ച് ഈ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ നമ്മളുടെ മുന്നിൽ വന്നു പോകുന്ന അനുഭവങ്ങൾ നമുക്ക് അതിജീവിക്കാൻ കഴിയുകയാണെങ്കിൽ അവന് മനഃശാന്തി ലഭിക്കുന്നു. എന്നാൽ ശരിക്കും ഇതൊന്നും അനുഭവിക്കാൻ വയ്യ, ഞാൻ വിഷയങ്ങളിൽ നിന്നൊക്കെ ഒളിച്ചോടി മാറി നിൽക്കാമെന്ന് വിചാരിച്ചാൽ അത് പറ്റില്ല. കാരണം വിഷയങ്ങൾ വരും, അവയുടെ സാന്നിധ്യം നമ്മളിലുണ്ടാവും, ചിലപ്പോൾ അസാന്നിധ്യം ഉണ്ടാവും. അതൊന്നുമല്ല നമ്മളുടെ പ്രശ്നം. അതിനോട് നമ്മൾക്കുള്ള വികാരം, അതായത് അതിനോടുള്ള പ്രത്യേക ഇഷ്ടം, അതിനോടുള്ള പ്രത്യേക ദേഷ്യം, അതാണ് നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നത്. അല്ലെങ്കിൽ എന്തോ വന്നു പോയിക്കോട്ടെ, നമ്മളെ ഏശില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അതായത് ഒരു ഇന്ദ്രിയങ്ങളെല്ലാം സംയമനം ചെയ്ത ആൾക്ക്, അതായത് ഇതിനെല്ലാം കൺട്രോൾ ചെയ്യും, നമ്മൾക്ക് വശംവദരായി അത് വശപ്പെടുത്തുകയാണ്, എല്ലാ ഇന്ദ്രിയങ്ങളെയും നമ്മൾ കീഴടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ആളുടെ മനസ്സ് ഒരിക്കലും ഇളകുന്നില്ല, എന്ത് സംഭവിച്ചാലും. അപ്പോൾ ഒരു കാര്യത്തിനോടും പ്രത്യേകമായിട്ടൊരിഷ്ടമോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടൊരു ദേഷ്യമോ നമുക്ക് തോന്നില്ല. എല്ലാ സംഭവങ്ങളും വരും, പക്ഷെ ഞാൻ ആത്മനിയന്ത്രണം സിദ്ധിച്ച ആളാണ്. അതുകൊണ്ട് ആ സംഭവങ്ങൾക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല, ഞാൻ അവയെയാണ് നിയന്ത്രിക്കുന്നത്. എല്ലാം നിയന്ത്രിച്ച് ഇതെല്ലാം ഇങ്ങനെ വരും പോവും അല്ലേ. മഴ വരും, കാറ്റ് വരും, സമ്മർ വരും, അത് കഴിഞ്ഞ് വീണ്ടും മഴക്കാലം വരും, വിൻ്റർ വരും. അതൊന്നും നമ്മളെ ബാധിക്കില്ലേ, എല്ലാ കൊല്ലവും വരുന്നത് തന്നെയല്ലേ. അതേപോലെ തന്നെ ഈ വക കാര്യങ്ങളും ഈ ബാഹ്യ വിഷയങ്ങളെല്ലാം തന്നെ എൻ്റെ മുന്നിലൂടെ കടന്നു പോവും, ഞാൻ അതിലൊട്ടും ഇളകില്ല. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്നൊരു മുക്തി കഴിയും. അപ്പോൾ ഒരു കാര്യത്തിനോടും നമുക്ക് ആസക്തി പാടില്ല, അനാസക്തിയും പാടില്ല. അപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ നമ്മൾക്ക് എപ്പോഴും നമ്മുടെ കൂടെ ആരുണ്ട്? നിഴലുണ്ട്. എപ്പോഴും നമ്മുടെ കൂടെയുള്ളത് ആരാണ്? നിഴലാണ്. അത് ഈശ്വരനാന്ന് വിചാരിച്ചാൽ മതി, കാര്യം കഴിഞ്ഞു. അപ്പോൾ ആ നിഴലിന് നമ്മളെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വെറുപ്പ് കൊണ്ട് നമ്മളെ നശിപ്പിക്കാനും കഴിയില്ല. രണ്ടും നിഴലിന് പറ്റില്ല. പക്ഷേ നിഴൽ നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട്. അതേപോലെ എന്തോ നമ്മുടെ കൂടെ ഉണ്ടായിക്കോട്ടെ, സുഖങ്ങളായിക്കോട്ടെ ദുഃഖങ്ങളായിക്കോട്ടെ, അത് നമ്മളെ ഒട്ടും ബാധിക്കില്ല. നിഴലുണ്ട് എന്ന് വിചാരിച്ചാൽ നമ്മൾ പേടിച്ചിട്ട് നടക്കുന്നില്ലല്ലോ. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ മനസ്സിനെ വയ്ക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ വെച്ചാൽ എന്താണ്? മനസ്സിന് മനഃപ്രസാദം കിട്ടും. അപ്പോൾ ഒരു കാര്യത്തിലും നമുക്ക് ആസക്തിയും പാടില്ല, അനാസക്തിയും പാടില്ല. ഇത് രണ്ടും നമ്മളിൽ എന്തുണ്ടാക്കും? കൂടുതൽ ചിന്തകളുണ്ടാക്കും. ഒരു കാര്യത്തിനോട് പ്രത്യേകമായിട്ടൊരു ഇഷ്ടം, അപ്പോൾ എന്താണ്?
ചില നന്മ ചെയ്യുന്ന ആൾക്കാരോടോ അല്ലെങ്കിൽ ചില കാര്യങ്ങളോടോ നമുക്ക് ഇഷ്ടം കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളുടെ മനസ്സിനെ ഇളക്കാൻ തുടങ്ങും. ദിവസവും അത് കാണണം, ദിവസവും അത് ചെയ്യണം. ഒരാളാണെങ്കിൽ ആൾ അല്ലെങ്കിൽ ഒരു കാര്യമാണെങ്കിൽ, ഇപ്പോൾ സിഗരറ്റ് വലി ഒരു സുഖം കിട്ടി, പിന്നെ അത് ചെയ്യണം എന്ന് തോന്നും. ഒരാളാണ് നമ്മളോട് വളരെ നന്നായിട്ട് പെരുമാറുന്ന ഒരാൾ, അയാളോട് പ്രത്യേകമായിട്ടൊരു ഇഷ്ടം തോന്നുന്നു, അപ്പോൾ വീണ്ടും 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 നമ്മുടെ മനസ്സ് ഇളകാൻ തുടങ്ങി. എന്നും അയാളെ കാണണം. നമ്മൾ ചായ കുടിക്കാത്തവർ, അല്ല ചായ എന്നും കുടിച്ച് ശീലിച്ചവർ പെട്ടെന്നൊരു ദിവസം നിർത്താൻ പറഞ്ഞാൽ പറ്റില്ല. ആ സമയത്ത് ഉണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെയോ അസ്വാസ്ഥ്യം തോന്നും. പിന്നെ വെറുതെ മനസ്സിൻ്റെ ചിന്തയാണ്, അയ്യോ ഇന്ന് ഞാൻ കുടിച്ചില്ലല്ലോ, ഇപ്പം എന്ത് സംഭവിക്കും. അതേപോലെ തന്നെ കേട്ടോ കള്ള് കുടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയാണത്രേ. അപ്പോൾ പിന്നെ നാളെയും കുടിച്ചില്ലെങ്കിൽ എന്തോ ഒരു നമ്മൾ ചായ കുടിക്കാത്ത കാര്യമാണ് അവർക്ക്, മറ്റു ചിലർക്ക് ഇത് പിന്നെ അതിലേക്ക് ഇങ്ങനെ അഡിക്റ്റായിട്ട് പോകും. അപ്പോൾ അത് ആസക്തി കൂടുകയാണ്. ഇനി അതേപോലെ തന്നെ നമ്മളോട് ദേഷ്യമുള്ള ഒരാളുണ്ട്, അയാളെ കാണുന്നതേ വെറുപ്പാണ് എനിക്ക്, അയാളെ കാണുന്നതേ വെറുപ്പാണ്. അപ്പം പിന്നെന്താണ്, നമ്മുടെ മനസ്സ് വീണ്ടും ഇളകി. എന്താണ്, എപ്പോഴും നമ്മൾ ഇയാളെന്താ ഇങ്ങനെ എന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ആ ദേഷ്യം കൊണ്ട് അയാളെ എങ്ങനെ വരുതിയിലെത്തിക്കാം, അല്ലെങ്കിൽ അയാളോട് എങ്ങനെ മിണ്ടാണ്ട് നടക്കാം, അല്ലെങ്കിൽ അയാൾ ഇപ്പം നാളെയും കാണണമല്ലോ, അയാളുടെ മുഖം തന്നെ ഓഫീസിലാണ്, എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഒരാളാണ്, അയാളുടെ മുഖം നീ നാളെയും കാണണമല്ലോ, അത് ബുദ്ധിമുട്ടുണ്ടാക്കും. എന്താ ഇപ്പോൾ ഒരു പോം വഴി, എന്നും ലീവ് എടുത്തിരിക്കാൻ പറ്റുമോ? ഇല്ല. അയാളെന്നും വരും, നമ്മളെന്നും പോവും. അപ്പം അത് നമ്മളെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഇതെല്ലാം ഈ ഒരു ഇഷ്ടം ഒരു സാധനത്തിനോട് ഉണ്ടെന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ദേഷ്യം ഒരാളോട് ഉണ്ടെന്ന് പറയുമ്പോഴും എല്ലാം നമ്മളുടെ ശരീരം ആ ശരീരത്തോടോ അല്ലെങ്കിൽ ആ സാധനത്തിനോടാണ് ഇഷ്ടപ്പെടുന്നത്. ശരീരത്തിനെ അല്ലല്ലോ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം നമുക്ക് എല്ലാം വരും പോവും, അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല. അങ്ങനെ ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ, ഞാനതിനെ ഒന്നും കൂസാതെ ജീവിക്കുന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ, അവരവിടെ ഉണ്ടെങ്കിലും അവരുടെ സാമീപ്യം അത് നല്ലതായാലും ചീത്ത ആളായാലും ഇഷ്ടമാണെങ്കിലും അനിഷ്ടമാണെങ്കിലും അവരുടെ സാമീപ്യം നമ്മളെ അസ്വസ്ഥമാക്കില്ല. അതുകൊണ്ട് നമ്മൾ ഈ മനസ്സ് സ്വസ്ഥമാക്കിയിട്ട് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, മനഃശാന്തി കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഈ വിഷയങ്ങളൊക്കെ നമ്മുടെ മനസ്സിനെ കീറി പിടിക്കാനുള്ള ഒരു ചാൻസ് ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. കാരണം വിഷയങ്ങൾ വന്നോട്ടെ, എന്നെ അത് ബാധിക്കില്ല. അപ്പം നമുക്ക് ഇന്ദ്രിയങ്ങളെയൊക്കെ നമ്മുടെ സ്വാധീനത്തിൽ നിർത്താൻ പറ്റും. മനസ്സ് ശാന്തമാവും. മനസ്സ് ശാന്തമായാൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രസാദം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രസാദം കിട്ടുന്നു. അതെന്താണ്, സാധാരണയായിട്ട് നമുക്ക് കയ്പ്പൊക്കെ അരച്ചതോ അല്ലെങ്കിൽ അങ്ങനെ അത്രയും കയ്പ്പുള്ള സാധനങ്ങളല്ല പ്രസാദമായിട്ട് കിട്ടുന്നത്. എന്താണ് കിട്ടുന്നത്, മധുരമാണ് കിട്ടുന്നത് അല്ലേ. പുളിയോ കയ്പ്പോ ഒന്നുമല്ല, മധുരമാണ് കിട്ടുന്നത്. അപ്പോൾ എന്താണ് മധുരം, കാരണം നമ്മൾക്ക് മനസ്സമാധാനം വന്നു. അപ്പോൾ നമ്മൾക്ക് ആകെ ജീവിതം തന്നെ മധുരമായിട്ട് മാറാണ്. അതിൻ്റെ ഒരു സങ്കല്പമാണ് നമ്മൾ മധുരം ഈശ്വരൻ്റെ പ്രസാദമായിട്ട് മധുരം വിതരണം ചെയ്യുന്നത്. കാരണം എല്ലാം മധുരമായി തീരട്ടെ. അങ്ങനെ വിഷയങ്ങളുടെ ഇടയിൽ നമ്മൾ ജീവിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ മനസ്സിനെ ഇതൊന്നും ഇളക്കില്ല. അങ്ങനെ ചിന്തിച്ച് അർജുന, നിൻ്റെ ഇന്ദ്രിയങ്ങളെ നിനക്ക് വശപ്പെടുത്തിക്കൊണ്ട് വരൂ, യുദ്ധത്തിന് തയ്യാറാവുമെന്ന് വീണ്ടും അർജുനനെ ഉപദേശിക്കുകയാണ്. ഇനി 65-ാമത്തെ ശ്ലോകം. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്നചേതസോ ഹ്യാശു ബുദ്ധി പര്യവതിഷ്ഠതേ സന്തോഷം സർവസന്താപം ഹാനിതാനുളവാക്കിടും സന്തോഷമേൽക്കവേ ബുദ്ധി ആത്മാവിൽ സ്ഥിരമായിടും. പ്രസാദേ അസ്യ സർവദുഃഖാനാം ഹാനിഹി ഉപജായതേ. മനഃശാന്തി കൈവരുമ്പോൾ നമ്മളുടെ എല്ലാ ദുഃഖങ്ങൾക്കും നാശം സംഭവിക്കുന്നു. ഹി പ്രസന്നചേതസഃ ബുദ്ധി ആശു പര്യവതിഷ്ഠതേ. എന്തെന്നാൽ പ്രസന്നചിത്തൻ്റെ പ്രജ്ഞ വേഗം നിശ്ചലമായി മാറുന്നു. അതായത് നമ്മളിപ്പം നമ്മുടെ മനസ്സ് വളരെ കാം ആൻഡ് ക്വയറ്റ് ആക്കിയിട്ട് വയ്ക്കാനുള്ള ശ്രമമാണ്. അങ്ങനെ വെച്ചു. അങ്ങനെ വെച്ചാൽ എന്താ ഇപ്പോൾ ഗുണം അതുകൊണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ മനസ്സ് ശാന്തത കൈവന്ന് കഴിഞ്ഞാൽ
നമ്മൾക്ക് ദുഃഖങ്ങളില്ല. ദുഃഖങ്ങൾക്കാണ് നാശം, നമുക്കല്ല നാശം വരുന്നത്. ദുഃഖങ്ങളെല്ലാം നശിച്ചു പോകും. കാരണം ആ മനസ്സിൽ ഇനി കയറാൻ പറ്റില്ല. മനസ്സിന് ശാന്തിയാണ്. സുഖമായാലും വേണ്ടില്ല, ദുഃഖമായാലും വേണ്ടില്ല. അപ്പോൾ മനസ്സിന് ശാന്തത കൈവന്നു കഴിഞ്ഞാൽ അവിടെ ദുഃഖങ്ങൾക്ക് പ്രവേശനമില്ല, സുഖം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മനസ്സിന് സുഖം അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സമാധാനം അല്ലെങ്കിൽ പ്രസാദം കൈവരും. നമ്മളുടെ മനസ്സ് ഇങ്ങനെ വ്യാകുലപ്പെടുമ്പോഴാണ്, അതിനെയാണ് നമ്മൾ ദുഃഖം എന്ന് പറയുന്നത്. അവിടെ അതില്ല, ദുഃഖമെല്ലാം നശിച്ച് പോയിക്കോളും. അപ്പോൾ എപ്പോഴും നമുക്ക് ഇങ്ങനെ നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന ഈ ഒരു ലോകത്ത് എല്ലാ വാസനകളും അങ്ങനെ നമുക്ക് പെട്ടെന്ന് നിർമ്മാർജ്ജനം ചെയ്ത് കളയാനൊന്നും പറ്റില്ല. അതിനുള്ള ഒരു വഴിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത്യാവശ്യം ആത്മനിയന്ത്രണം സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനെ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും മനസ്സിനെ സ്വാധീനിപ്പിച്ച് സുഖവും ദുഃഖവും ഒരുപോലെ നമ്മൾ കൈകാര്യം ചെയ്യും എന്ന് ഉറച്ച് ജീവിക്കുക. അപ്പം നമുക്ക് വാസനകൾക്കൊന്നും അവിടെ നിലനിൽപ്പുണ്ടാവില്ല, വാസനകൾക്ക് ശോഷണം സംഭവിക്കുന്നു. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളിലും, നമ്മൾ കാണുന്ന സകലമാന കാര്യങ്ങൾ, നമ്മുടെ മുന്നിൽ കാണുന്ന എല്ലാ വസ്തുക്കളിലും ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റും. നമ്മൾ രാവിലെ എണീക്കുന്നു, പക്ഷികൾ ചിലയ്ക്കുന്നു, മനസ്സിനൊരു സന്തോഷം കിട്ടും. മൃഗങ്ങളെ നോക്കി നിന്നാൽ അവരുടെ ചേഷ്ടകൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സന്തോഷം കിട്ടും. അല്ല, ഒരു പൂ വിരിഞ്ഞത് കാണുന്നു, അതിൽ നമുക്ക് സന്തോഷം കിട്ടും. അപ്പോൾ ദുഃഖത്തിനവിടെ യാതൊരു ചാൻസും ഇല്ല. അപ്പോൾ ദുഃഖങ്ങൾ 2-3 തരത്തിലാണ് ഈ ദുഃഖങ്ങൾ വരുന്നത്. ഒന്ന്, നമുക്ക് രോഗങ്ങൾ വരുമ്പോൾ നമുക്ക് ദുഃഖം വരും. ചെറിയൊരു പനിയാണ് വന്നത്, അപ്പോൾ പനി വന്നു, ചെറിയൊരു തലവേദനയാണ്, നല്ല തലവേദനയുണ്ട്, എണീക്കാനൊന്നും വയ്യ. പക്ഷെ കുട്ടികളാണെങ്കിൽ അവർ ചിലപ്പോൾ എന്ത് ചെയ്യും, പനിച്ചവിടെ കിടക്കും. കാരണം അമ്മ നോക്കാനുണ്ട്, അല്ലെങ്കിൽ അച്ഛൻ നോക്കാനുണ്ട്. അവർക്ക് അവിടെ കിടന്നാൽ മതി. അമ്മയെ വയ്യ, തീരെ വയ്യ, ക്ഷീണം കൂടും അവർക്ക്. പക്ഷെ അമ്മയ്ക്കാണ് പനി വന്നെങ്കിലോ, അമ്മയ്ക്കൊരു പക്ഷേ കിടക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം അമ്മ ഓർക്കുന്നത് രാവിലെ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്താലാണ് മക്കളെയും ഭർത്താവിനെയും ജോലിക്ക് വിടാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്, എനിക്ക് എൻ്റേതായിട്ടുള്ള ചെയ്തു തീർക്കേണ്ട കർത്തവ്യങ്ങളുണ്ട്. അതുകൊണ്ട് എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് പനി വന്നാലും ദുഃഖം വരില്ല. കാരണം സമയമില്ല, ക്ഷീണം കൂടാനും സമയം കിട്ടുന്നില്ല. ചിലപ്പോൾ ഒരു ഗൃഹനാഥൻ അങ്ങനെ ആയിരിക്കില്ല, നേരത്തെ പറഞ്ഞ കുട്ടികളുടെ അവസ്ഥയായിരിക്കും. കാരണം അവർക്ക് ചിലപ്പോൾ റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടും. പക്ഷെ അങ്ങനെ എല്ലാവരെയും പറയുന്നില്ല. ഒറ്റയ്ക്കൊക്കെ ജീവിക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട്. ഇന്ന് ജോലിക്ക് പോയേ പറ്റൂ, ഇന്നൊരു പേപ്പർ സബ്മിറ്റ് ചെയ്തേ പറ്റൂ, ഇന്ന് ആ മാനേജർക്ക് ഇന്ന കടലാസ് കാണിച്ചേ പറ്റൂ. എന്ത് ചെയ്യും? പനിയുണ്ടെന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ? ഇല്ല, പോകേണ്ടി തന്നെ വരും. പിന്നെ വേറെ തരത്തിൽ ദുഃഖം വരുന്നത് നമുക്ക് പഞ്ചഭൂതങ്ങളിൽ നിന്നാണ്. അതായത് കാറ്റ്, പ്രളയം, വെള്ളപ്പൊക്കം, ഇങ്ങനെയുള്ളത് വരും, വന്ന പോലെ പോകും. ചിലപ്പോൾ നമ്മളെയും കൊണ്ടുപോകും, ചിലപ്പോൾ നമ്മളെ എഫക്റ്റ് ചെയ്യൂല. അങ്ങനെ എന്ത് വന്നാലും അതെല്ലാം ഈശ്വര നിശ്ചയമാണെന്ന് പറഞ്ഞ് ഒന്നിലും കുലുങ്ങാതിരിക്കുക. പിന്നെ ദൈവികമായിട്ടുള്ള ദുഃഖം വരും ചിലപ്പോൾ. അതായത് പെട്ടെന്ന് ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ നമ്മുടെ വണ്ടി ഒന്ന് ചെറുതായിട്ട് മുട്ടി, ചെറുതായിട്ടൊരു ആക്സിഡൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ഏറ്റവും നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് വല്ല വാഹനാപകടങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് വല്ല അപകീർത്തികൾ. നമ്മൾ വളരെ സിൻസിയറായിട്ടായിരിക്കും ചെയ്യുന്നത്, പക്ഷേ ചെറിയൊരു കുനിട്ട് അവിടെ എന്തോ ഒന്ന് സംഭവിച്ചു, വെറുതെ ഒരു അപകീർത്തി ആരോ പറഞ്ഞു വരുത്തിയതായിരിക്കും. നമ്മൾക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. നമ്മളതിൽ സത്യസന്ധരായിരിക്കും, പക്ഷേ പിന്നീടായിരിക്കുമല്ലോ കേസും കൂട്ടമൊക്കെ ആയിട്ട് തെളിഞ്ഞു വരുന്നത്. അപ്പോൾ ഇതൊക്കെ ദുഃഖങ്ങളാണ്. പക്ഷേ ഈ ദുഃഖങ്ങളൊന്നും ഒരു മനോനിയന്ത്രണം കൈവന്ന ആൾക്ക് ഇതൊന്നും ബാധിക്കില്ല. അങ്ങനെ ജീവിക്കാനാണ് അർജുനനോട് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ശ്ലോകം വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പറയാൻ എത്തില്ല. അതുകൊണ്ട് നമ്മളിന്ന് 2 ശ്ലോകങ്ങളെ ചൊല്ലിയിട്ടുള്ളൂ. 64-ഉം 65-ഉം 66-ാമത്തെ ശ്ലോകം അടുത്ത ദിവസം ചൊല്ലാം. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പിതുമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധിവാദാലയവാസ വിഷ്ണോ.